വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്നീ ടോപ്പിക്കുകളാണ്. മൊഡ്യൂൾ 3 ഈ ഒരു ടോപ്പിക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് സ്ട്രക്ചറലിസം എന്താണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി തിയറിയാണ്. അത് അനലൈസ് ചെയ്യുന്നുള്ളത് സ്ട്രക്ചർ ഓഫ് ടെക്സ്റ്റ് ഓർ വർക്ക് ഓഫ് ആർട്ട് അണ്ടർലൈൻ ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് ഐഡിയ ദാറ്റ് ഓൾ ടെക്സ്റ്റ് ഹാവ് എ ഡീപ്പ് സ്ട്രക്ചർ. എല്ലാ ടെക്സ്റ്റിനും അതിൻ്റേതായ ഒരു ഡീപ്പ് സ്ട്രക്ചറുള്ള ആ ഒരു ഐഡിയ ആണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു മീനിങ് എന്നുള്ളത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എലമെൻസിനിടയിലുള്ള റിലേഷൻഷിപ്പിലൂടെയായിരിക്കും ആ ഒരു മീനിങ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കീ ഐഡിയാസ് ഓഫ് സ്ട്രക്ചറലിസം എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് എ സിസ്റ്റം ഓഫ് സയൻസ് ആൻഡ് കൺവെൻഷൻസും മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മീനിങ് എടുത്തു നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേർഡ്സിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് ഒരു മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത്. അല്ലാതെ നോട്ട് കണ്ടെയ്ൻഡ് വിത്തിൻ ദ വേർഡ്സ് ദംസെൽവ്സ് ആയിട്ടുള്ള വേർഡ്സിലൂടെയല്ല അത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. പകരം വേർഡ്സിനിടയിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് ഒരു മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത്. ലാംഗ്വേജ് പറയുന്നുള്ളത് സിസ്റ്റം ഓഫ് സയൻസ് ആണ്. അത് അനലൈസ് ചെയ്യുന്നുള്ളത് സയൻസ് പോലെയുള്ള എനി അതർ ഒബ്ജക്റ്റിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി ടെക്സ്റ്റ് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ളത് ലാർജർ സ്ട്രക്ചറുമായിട്ടാണ്. ഗാനർ അതുപോലെ തന്നെ മോഡൽ ഓഫ് എ നറേറ്റീവ് സ്ട്രക്ചർ പോലെയുള്ള ലാർജർ സ്ട്രക്ചറായിട്ടാണ് ലിറ്റററി ടെക്സ്റ്റസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്സ് എന്തിനെയാണ് ലുക്ക് ചെയ്യുന്നുള്ളത്? കോമൺ തീംസിനെയോ ഇല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ പാറ്റേണിനെയോ ആണ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്സ് ലുക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നോക്കുന്നുള്ളത്. അതുപോലെ തന്നെ അവർ ക്രിറ്റിക്സ് കമ്പയർ ചെയ്യുന്നുള്ളത് ടെക്സ്റ്റിനെ അതിൻ്റേതായ സിമിലർ നറേറ്റീവ് സ്ട്രക്ചറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നുള്ളത്. ഈ ഒരു ക്രിറ്റിക്സ് പറയുന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുള്ളത് ഇൻറ്റേർണൽ ആസ്പെക്റ്റ് ഓഫ് എ ടെക്സ്റ്റ്. എങ്ങനെയുള്ള ഇൻറ്റേർണൽ ആസ്പെക്റ്റ് ഓഫ് എ ടെക്സ്റ്റ്? വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് മീനിങ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ആസ്പെക്റ്റ് ഓഫ് എ ടെക്സ്റ്റ് ഫോക്കസ് ചെയ്യുകയാണ് ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസം ബേസ് ചെയ്തിട്ടുള്ളത് ലിംഗ്വിസ്റ്റിക് തിയറീസ് ഓഫ് ഫെർഡിനാൻഡ് ഡെ സോസറിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചറലിസം. അദ്ദേഹം ഒരു സ്വിസ് ലിംഗ്വിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റേത് തിയറിയുമായിട്ടാണ് ഈ ഒരു സ്ട്രക്ചറലിസം ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസം റിലേറ്റഡ് ആയിട്ടുള്ളത് സെമിയോളജി ആയിട്ടാണ്. സെമിയോളജി പറയുന്നത് സ്റ്റഡി ഓഫ് ഹൗ മീനിങ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. മീനിങ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റും അണ്ടർസ്റ്റുഡ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നതാണ് ഈ ഒരു സെമിയോളജി എന്നുള്ളത്. സെമിയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറലിസത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി തിയറിയാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളത് ദ ഐഡിയ ദാറ്റ് മീനിങ് ഈസ് ഫിക്സ്ഡ് ആൻഡ് സ്റ്റെബിൾ. മീനിങ് ഫിക്സ്ഡും സ്റ്റെബിളായിട്ടുള്ള ഐഡിയയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇത് എംബസൈസ് ചെയ്യുന്നുള്ളത് ലാംഗ്വേജിനെയും ടെക്സ്റ്റിനെയും ഐഡിയാസിനെയും മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷനുള്ള ഐഡിയാസിനെയും ടെക്സ്റ്റിനെയും ലാംഗ്വേജിനെയാണ് ഇത് എംബസൈസ് ചെയ്യുന്നുള്ളത്. എനിക്ക് ഈ ഐഡിയാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അനലൈസിങ് സംതിങ് ടു ഡിസ്കവർ ഇറ്റ്സ് ട്രൂ സിഗ്നിഫിക്കൻസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ എവറി ടെക്സ്റ്റിനുള്ള ഒരു ഐഡിയ ആണ്. എവറി ടെക്സ്റ്റും കൊട്ടേഷൻസും ഇൻഫ്ലുവൻസസും റെഫറൻസുമാണ് മറ്റൊരു ടെക്സ്റ്റിന് എന്നുള്ള ആ ഒരു ഐഡിയ ആണ് ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ ക്രിട്ടിക് ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചലഞ്ച് ചെയ്യുന്നുള്ളത് ദ ഐഡിയ ദാറ്റ് സിസ്റ്റംസ് ആർ സെൽഫ് സഫിഷ്യൻറ്റ് സ്ട്രക്ചേഴ്സ്.
സെൽഫ് സഫിഷ്യൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് സിസ്റ്റംസ് എന്ന ഐഡിയ ആണ് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചലഞ്ച് ചെയ്യുന്നുള്ളത്. ഇനി ആൻറ്റി എസെൻഷ്യലിസം എടുത്തു നോക്കുകയാണെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത് ന്യൂ വേസ് ഓഫ് തിങ്കിങ് ആണ്. ഏതിനെ പറ്റിയിട്ടുള്ള ഡിഫറൻസ് ആൻഡ് ഐഡൻറ്റിറ്റി ദാറ്റ് ആർ ആൻറ്റി എസെൻഷ്യലിസ്റ്റ്, അതിനെ പറ്റിയിട്ടുള്ള ന്യൂ വേ ഓഫ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുകയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്. ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ മെത്തേഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ്സ് ആണ് അനോൾജ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ലാംഗ്വേജും അതിൻ്റെ കൺസ്ട്രക്ഷൻസും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് പവർ ആൻഡ് ഐഡിയോളജി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഡേഴ്സിന് റോൾ ഇൻ മീനിങ് ആൻഡ് മേക്കിംഗ് എംബ്രേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കസീവ് ഫീൽഡ്, ചർച്ചാപരമായ ഫീൽഡിലേക്ക് ടെക്സ്റ്റിനെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. നോട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നുള്ളത് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറിസ്റ്റ് പറയുന്നുള്ളത് റോളൻഡ് ബർത്തേസ് ആൻഡ് ജാക്കസ് ഡെറിഡ ആണ്. പോസ്റ്റ് സ്ട്രക്ചറലിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലാണ്. അതുപോലെ തന്നെ 1960-നും 1970-ലുമാണ്. 70-ൻ്റെ ആ ഒരു സമയത്താണ് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നുള്ളത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ലിറ്റററി തിയറിയിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ഇതൊരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. ഇത് ചലഞ്ച് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ നോഷൻസ് ഓഫ് നെറേറ്റീവിനെയും അതുപോലെ തന്നെ മീനിങ് ബൈ എംപ്ലോയിങ് ടെക്നിക്സ് ലൈക്ക് ഫ്രാഗ്മെൻറ്റേഷൻ, അൺറിലയബിൾ നെറേറ്റേഴ്സ്, സെൽഫ് റിഫ്ലെക്സിറ്റി, ഇൻ്റർടെക്സ്ച്വാലിറ്റി ആൻഡ് പാരഡിയും. അതുപോലെ തന്നെ ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളത് വെരി ഐഡിയ ഓഫ് സിംഗിൾ ഫിക്സഡ് റിയാലിറ്റി ആൻഡ് ഹൈലൈറ്റിംഗ് ദ കൺസ്ട്രക്റ്റഡ് നാച്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. എനിക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ, അത് മുകളിൽ ആദ്യമേ പറഞ്ഞല്ലോ. സ്റ്റോറീസ് എന്ന് പറയുന്നത് പലപ്പോഴും ബ്രോക്കൺ അപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. നോൺ ലീനിയർ നെറേറ്റീവ്സും ആയിരിക്കും. ഇനി അൺറിലയബിൾ നെറേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് നെറേറ്റ് ചെയ്യുന്ന സ്റ്റോറി എന്നുള്ളത് മേ നോട്ട് ബി ട്രസ്റ്റ് വേർത്തി ആയിരിക്കില്ല. അതുപോലെ തന്നെ ലീവിങ് ദ റീഡർ ടു ക്വസ്റ്റ്യൻ ദ ട്രുത്ത് ഓഫ് ഈവൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീഡറിനെ ലീവ് ചെയ്യുന്നതുമാണ് ഈ ഒരു അൺറിലയബിൾ നെറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മെറ്റാഫിക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഡ്രോസ് അറ്റൻഷൻ ടു ഇറ്റ്സ് ഓൺ കൺസ്ട്രക്റ്റഡ് നാച്ചർ. അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓൺ കൺസ്ട്രക്റ്റഡ് നാച്ചറിനെ അറ്റൻഷൻ ചെയ്യുകയും അതുപോലെ തന്നെ പലപ്പോഴും കമൻറ്റിങ് ഓൺ ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഇറ്റ് സെൽഫ്, അതിൻ്റെ ആക്ട് ഓഫ് റൈറ്റിങ്ങിനെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇൻ്റർടെക്സ്ച്വാലിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ വർക്ക്സ് ഹെവിലി റെഫറൻസ് അതർ ലിറ്റററി ടെക്സ്റ്റ്, മറ്റുള്ള ലിറ്റററി ടെക്സ്റ്റാണ് അധികവും എന്ത് ചെയ്യുന്നുള്ളത്, റെഫർ ചെയ്യുന്നുള്ളത്. ബ്ലറിങ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് നെറേറ്റീവ്സ് തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി ബ്ലർ ചെയ്യുന്നുമുണ്ട്. ട്രഡീഷണൽ എക്സ്പെക്റ്റേഷൻ സബ്വേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് ഐറണി യൂസ് ചെയ്യുന്നുണ്ട്. ലാർജ് സ്കെയിൽ അതുപോലെ തന്നെ യൂണിഫൈയിങ് എക്സ്പ്ലനേഷൻ ഓഫ് ഹിസ്റ്ററി ഓർ സൊസൈറ്റിയെ പോസ്റ്റ് മോഡേണിസം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ് മോഡേണിസത്തെ പറ്റിയിട്ട് റിമെമ്പർ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്നുള്ളത് നോട്ട് ജസ്റ്റ് എ സ്റ്റൈൽ മാത്രമല്ല, പകരം ഇത് അസോസിയേറ്റ് ചെയ്തെന്നുള്ളത് സ്പെസിഫിക് ലിറ്റററി ടെക്നിക്സ് ആയിട്ടാണ്. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻസ്, ഒരു തത്വപരമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ട്രുത്തും അതുപോലെ തന്നെ പവർ സ്ട്രക്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ള ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻസ് കൂടിയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. പിന്നെ റിയാക്ഷൻ ടു മോഡേണിസം, പോസ്റ്റ് മോഡേണിസം എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് ടു ദ പെർസീവ്ഡ് ലിമിറ്റേഷൻസ് ആൻഡ് റിജിഡ് സ്ട്രക്ചേഴ്സ് ഓഫ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചേഴ്സ്. ഇനി നോട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് മോഡേൺ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ സം പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ്റ്റൻ കൺസിഡർഡ് പോസ്റ്റ് മോഡേൺ ഇൻക്ലൂഡ് തോമസ് പൈൻജോൺ, ഡോൺ ഡെലീലോ, ആംഗാല കാർട്ടർ ആൻഡ് ഡേവിഡ് ഫോസ്റ്റർ വാലസ്. ഇത്രയൊക്കെ പേരാണ് സം പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നുള്ളത്. സോ ഈ ഒരു പോസ്റ്റ് മോഡേണിസത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. കാൾ മാർക്സിൻ്റെ ക്ലാസ് സ്ട്രഗിൾ ആൻഡ് സൊസൈറ്റൽ പവർ ഡൈനാമിക്സ് എന്ന ഐഡിയാസിലൂടെ ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ലിറ്റററി വർക്ക് എക്കണോമിക് സോഷ്യൽ കണ്ടീഷൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓഫ് ദ ടൈം ഇറ്റ് വാസ് റിട്ടൺ,
പെർട്ടിക്കുലർലി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കിംഗ് ക്ലാസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ആൻഡ് ദ റൂളിംഗ് ക്ലാസ് വിത്തിൻ എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയിലുള്ള റൂളിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പൊക്കെയാണ് ഈ ഒരു മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൽ പറയുന്നുള്ളത്. ഇറ്റ് എക്സാമിൻസ് ഹൗ ലിറ്ററേച്ചർ എയ്തർ റെയിൻഫോഴ്സസ്, എങ്ങനെയാണ് ലിറ്ററേച്ചർ ശക്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്, പവർ സ്ട്രക്ചേഴ്സ് നിലനിൽക്കുന്നതിനെ എങ്ങനെയാണ് ലിറ്ററേച്ചർ വെല്ലുവിളിക്കുന്നത് ശക്തിപ്പെടുത്തുന്നത് എന്നാണ് ഇത് പരിശോധിക്കുന്നത്. ഇനി മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ ക്ലാസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. സെൻട്രൽ കൺസേൺ, എങ്ങനെയാണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ലിറ്റററി ടെക്സ്റ്റിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഫോക്കസ് ഓൺ ക്ലാസ്സിൽ പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ദ റിപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്, ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസിനെയും അവരുടെ സ്ട്രഗിൾസിനെയും അവരുടെ പോരാട്ടത്തെയും റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഏതിൽ, ഈ ഒരു ലിറ്റററി ടെക്സ്റ്റിൽ. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ് നെക്സ്റ്റ് കാര്യം. മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് ബിലീവ് ചെയ്യുന്നുള്ളത് സൂപ്പർ സ്ട്രക്ചറിനെ, കൾച്ചർ, ഐഡിയോളജി, ആർട്ട്, ലിറ്ററേച്ചറിനെ ഈ ഒരു എക്കണോമിക് ബേസ് ഓഫ് സൊസൈറ്റിക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഐഡിയോളജി ക്രിറ്റിക് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ അനലൈസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ലിറ്ററേച്ചർ ഈ ഒരു ഡോമിനൻ്റ് ഐഡിയോളജി ഓഫ് എ സൊസൈറ്റിയെ ചലഞ്ച് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാൻ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ യൂസ് ചെയ്യുന്നത് എന്നത് അനലൈസ് ചെയ്യാണ് ഈ ഒരു ഐഡിയോളജി ഓഫ് ക്രിറ്റിക് എന്ന് പറയുന്നുള്ളത്. മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എക്സാമിൻ ചെയ്യുന്നുള്ളത്, പരിശോധിക്കുന്നുള്ളത് എങ്ങനെയാണ് സോഷ്യൽ ക്ലാസ്സസിൻ്റെ ഇടയിലുള്ള ഇംബാലൻസസ് ആയിട്ടുള്ള പവർ ഇംബാലൻസസ് ലിറ്റററി വർക്കിൽ പോർട്രേ ചെയ്യുന്നുള്ളത് എന്ന് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഇനി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എ മാർക്സിസ്റ്റ് ക്രിറ്റിക് മൈ ടാസ്ക്, ഒരു മാർക്സിസ്റ്റ് ക്രിറ്റിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് നോവൽ റിപ്രസെൻ്റ് ദ വർക്കിംഗ് ക്ലാസ്സിനെ എങ്ങനെയാണ് നോവൽ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഒരു ഓഥറിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡറിനെ ചലഞ്ചും അതുപോലെ തന്നെ റീഇൻഫോഴ്സ് ശക്തിപ്പെടുത്തുന്നതും എങ്ങനെയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ലിറ്റററി ഫോം അതിൻ്റേതായ ഇറ്റ്സെൽഫായിട്ട് എങ്ങനെയാണ് പവർ ഡൈനാമിക്സ് ഓഫ് സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു മാർക്സിസ്റ്റ് ക്രിറ്റിക്കിന് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നുള്ളത്. സോ ഈ ഒരു മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൽ ലിറ്റററി തിയറിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്നോ താങ്ക് യു എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സന്തോഷമാകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.